ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അധികം ഗ്രേവിയൊന്നും ഇല്ലാത്ത ടൈപ്പിൽ നല്ല പെരട്ട് പോലെ എടുത്ത ചിക്കൻ പെരട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. മല്ലിപ്പൊടി ചേർക്കുന്നതാണ് നമ്മുടെ പെരട്ടിന് കുറച്ചുകൂടി ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റി ശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളിക്ക് ഇവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഞാനൊരൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാല തേച്ച് വെച്ചിരുന്നതായിരുന്നു. ഒരു അരമണിക്കൂർ വെച്ചതായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ അളവിലുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിക്കൻ പീസസ് മുഴുവനായും ചേർത്ത ശേഷം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ടെക്സ്ചർ, ആ ഒരു ഫീല്, ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഒരു ടൈമിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ ഒരല്പം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് ഒരു 15 മിനിറ്റോളം ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ മൂടി തുറന്ന് ആവശ്യത്തിന് ഉള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കുറവെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് പെരട്ടായതുകൊണ്ട് തന്നെ ഗ്രേവി അധികം ആവശ്യമില്ല. അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നിങ്ങളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല
കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തതാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമുക്ക് നമ്മുടെ ചിക്കൻ പെരട്ടിന് വരുന്നത്. ഇപ്പോൾ ഒരു ഗ്രേവി പോലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി വരാനുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പെരണ്ട് വരണം. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അതുവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഗ്രേവിയൊക്കെ വറ്റി തുടങ്ങിയാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞതും ചേർത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. അടിപൊളി രുചിയിലുള്ളൊരു ചിക്കൻ പെരട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കാൻ മടിക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും റെസിപ്പി എത്തിച്ചു കൊടുക്കാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.